CIT പ്രവർത്തകൻ ജിതിന്റെ കൊലപാതകത്തിൽ പ്രതികളിൽ ചിലർ 4 വർഷം മുമ്പ് സംഘടന വിട്ടെന്ന ഡിവൈഎഫ്ഐ വാദം പൊളിയുന്നു. 7ാം പ്രതി മിഥുൻ മധുവിനെ 2023 മാർച്ചിൽ ഡിവൈഎഫ്ഐ മടത്തുംമൂഴി യൂണിറ്റ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരുന്നു. തെളിവായി 2023 മാർച്ച് 13 ഡിവൈഎഫ്ഐ പെരുന്നാട് മേഖലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലെ ചിത്രമുണ്ട്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ഈ CIT നേതാവിന്റെ മരണം ഒരുപക്ഷെ രാഷ്ട്രീയ കൊലപാതകമാണെന്ന് CPM തുടർച്ചയായി പറയുമ്പോഴും എന്നാൽ അത് രാഷ്ട്രീയ വിവാദമല്ല, അതൊരു സാധാരണ കൊലപാതകമാണ് എന്നുള്ള തരത്തിലേക്ക് പോലീസും BJPയും പറയുന്നുണ്ട്. ഇതിൽ തർക്കം തുടരുകയാണ്. എന്നാൽ ഡിവൈഎഫ്ഐ പറയുന്നു ഇത് മുമ്പ് ഡിവൈഎഫ്ഐ ആയിരുന്നു, പിന്നീട് അവർ RSSലേക്ക് മടങ്ങിയെന്ന്. എന്താണ് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ സംഭവിക്കുന്നത്? CIT പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ മാനം തുടക്കത്തിൽ തന്നെ CPM ആരോപിച്ചിരുന്നു. അത് സമാനമായി തന്നെ സമാന സമയത്ത് തന്നെ ഇവരുടെ പ്രതികളിൽ ചിലരുടെ ഇടത് രാഷ്ട്രീയ ബെഞ്ച് സൂചിപ്പിക്കുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ DYFI ജില്ലാ നേതൃത്വം പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം നടത്തി 2 പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൽ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി നിസാം വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. സുമിത്, മിഥുൻ എന്നിവരാണ് പ്രതിപട്ടികയിൽ ഇടത് ബന്ധം ഉണ്ടായിരുന്നവർ. അവർ മുൻപ് RSS പ്രവർത്തകരായിരുന്നു. 2021 ഏപ്രിൽ മാസം അവർ DYFIയുടെ പ്രവർത്തകരായി മാറി. 3 മാസക്കാലം മാത്രമാണ് സംഘടനയുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നത്. ശേഷം ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മോശമാണ് എന്നതുകൂടി കണ്ടുകൊണ്ട് ഇവർ പിന്നീട് പാർട്ടിയുമായുള്ള ബന്ധം, സംഘടനയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുകയും തിരിച്ച് RSS, BJP, സംഘപരിവാർ സംഘടനകളുമായുള്ള ബന്ധം തുടരുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നിസാം വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത്. ചുരുക്കത്തിൽ ഇവരുടെ ഇടത് ബന്ധം എന്നുള്ളത് ഏറെക്കുറെ 4 വർഷം മുൻപ് അവസാനിച്ചു എന്നുള്ളതാണ് DYFI ജില്ലാ നേതൃത്വം വാർത്താ സമ്മേളനത്തിലൂടെ വിശദീകരിച്ചത്. എന്നാൽ മടത്തുമൂഴി DYFI മേഖലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ 2023 മാർച്ച് മാസം 18 വന്ന പോസ്റ്റിൽ ഈ കേസിലെ 7ാം പ്രതിയായിട്ടുള്ള മിഥുൻ മധുവിനെ പെരുന്നാട് മടത്തുമൂഴി യൂണിറ്റിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എന്നുള്ള പോസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇത് BJP കേന്ദ്രങ്ങൾ തന്നെ വലിയ തോതിൽ ഇത് പ്രചരിപ്പിക്കുന്ന സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ DYFIയുടെ വിശദീകരണം പൂർണ്ണതോതിൽ വിശ്വാസയോഗ്യമല്ല, അല്ലെങ്കിൽ അത് പാളിപ്പോയി എന്ന് സൂചിപ്പിക്കുന്നതാണ് അവരുടെ തന്നെ ഫേസ്ബുക്ക് പേജിലെ ഈ പോസ്റ്റ്. എന്തായാലും DYFI ഇന്നലെ എന്തായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞത് എന്നുകൂടി ഒന്ന് കേട്ടു നോക്കാം. അവര് 2021 ഏപ്രിൽ മാസമാണ് RSS സംഘപരിവാർ ബന്ധം ഉപേക്ഷിച്ച് DYFI ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവർ DYFI ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ പ്രചരണം നടന്നിരുന്നു. അവര് RSS വിട്ട്, ഏപ്രിൽ മാസമാണ് RSS വിട്ട് DYFIയുടെ ഭാഗമാകുന്നത്. അവര് DYFIയുടെ ഒരാള് യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടും മറ്റൊരാള് DYFIയുടെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. 2-3 മാസക്കാലം മാത്രമാണ് അവർ DYFIയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവര് സംഘപരിവാർ ബന്ധം തുടർന്നിരുന്നു. ആ നാട്ടിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെയായി അവരിങ്ങനെ പോവുകയായിരുന്നു. എന്തായാലും DYFIക്കാർ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾ എന്നാണ് തെളിവുകൾ സഹിതം പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.